എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് പ്രാർത്ഥനകളുടെ ഇടയിൽ ഈ മൈനർ കോഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബാക്ക് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഈ മൈനർ കോഡിൻ്റെ ഫാമിലി കോഡ്സും റിലേറ്റീവ് കോഡ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫാമിലി കോഡ്സിൽ വരുന്ന ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഈ മൈനറാണ്. ഓക്കെ, അടുത്ത കോഡ് എന്ന് പറയുന്നത് ഡി മേജർ കോഡാണ്. ഇനി അടുത്തൊരു കോഡ് എന്ന് പറയുന്നത് സി മേജർ കോഡാണ്. അപ്പോൾ ഫാമിലി കോഡ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ മൈനർ കോഡ്, ഡി മേജർ കോഡ്, അതേപോലെ സി മേജർ കോഡ് വരുന്നുണ്ട്. ഇനി റിലേറ്റീവ് കോഡ്സിൽ ഏതൊക്കെ കോഡ്സാണ് വരുന്നത് നമുക്ക് നോക്കാം. ജി മേജർ കോഡ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻവേഷനാണ് ഞാൻ ഇപ്പോൾ പിടിച്ചത്, DGB. ഓക്കെ, ഇനി എ മൈനർ വരുന്നുണ്ട്. പിന്നെ ബി മേജർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇ മൈനർ കോഡിൻ്റെ ഫാമിലി കോഡ്സും റിലേറ്റീവ് കോഡ്സും. അപ്പം ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം, അപ്പോൾ നമുക്ക് നോക്കി എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാനായിട്ട് പോവാണ്. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ ഭക്താൽ സ്വർഗവും അമർന്നിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവായിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അപ്പോൾ ഇതേ ഓർഡർ ആയിരിക്കണമെന്നില്ല. അപ്പം ആ സമയത്ത് അവരെങ്ങനെയാണോ പ്രയർ ലീഡ് ചെയ്യുന്നത് അത് നോക്കി നമുക്ക് കോഡ് യൂസ് ചെയ്യണം. പ്രധാനമായിട്ടും നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഫാമിലി കോഡ്സ്, റിലേറ്റീവ് കോഡ്സ്, ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് അങ്ങനെ നോക്കിപ്പോയാൽ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം.